എന്റെ വിജയേട്ടാ, ഇപ്പൊ എപ്പോഴും എല്ലായിടത്തും വെറും ഊക്ക് മാത്രമാണല്ലോ നിങ്ങൾക്ക്. എന്ത് പറ്റി? എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രി സംസാരിക്കില്ല. എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രിയോട് സംസാരിക്കില്ല. വലിയ ഇരട്ടച്ചങ്കനാണെന്നൊക്കെയാണല്ലോ നാട്ടുകാർ പറയണ്ടായിരുന്നു. ഇപ്പൊ വെറും പരട്ടച്ചങ്കനായി എല്ലാവരും പറയുന്നത്. പാവപ്പെട്ട ഒരു സ്ത്രീയെ കക്കൂസിന് വെള്ളം എടുത്ത് കുടിക്കാൻ ഒരു ദളിത് സ്ത്രീയോട് പറഞ്ഞ നാണം കെട്ട പോലീസാണ് നിങ്ങളുടെ. ഇവിടെ നമ്മുടെ സതീഷ് ഏട്ടനെ എല്ലാവരും കൂടി സൈബർ അറ്റാക്ക് ചെയ്തിട്ട് എയറിൽ കയറ്റിയിട്ട് മൂപ്പര് അങ്ങോട്ട് താഴെ ഇറങ്ങാനും കൂടി പറ്റുന്നില്ല. പക്ഷെ എന്നിട്ട് ഈ ഡയലോഗ് പറഞ്ഞ മൂപ്പര് കയ്യടി വാങ്ങുക ചെയ്ത്. ഇതിന് എന്തെങ്കിലും ഒരു മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? 51 വെട്ടുവെട്ടിക്കൊന്നൊരു മനുഷ്യനുണ്ടല്ലോ, ചന്ദ്രശേഖരൻ. അതിലെ കൊലക്കേസിലെ പ്രതികളില്ലേ, ക്രിമിനലുകൾ. അവരെ നിങ്ങൾ പോലീസ് കൊണ്ടുപോയത് 5 സ്റ്റാർ ഹോട്ടലില്ല. ആഭ്യന്തരമന്ത്രിക്ക് എന്തായാലും ഇപ്പൊ പോലീസ് ആരെങ്കിലും ചവിട്ടിക്കൂട്ടി കൊല്ലുണ്ടോ എന്നുള്ളത് എന്തായാലും കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്തായാലും പുറത്തു വന്നാലേ ആഭ്യന്തരമന്ത്രി അറിയുള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യാന്? ഇപ്പൊ നല്ല സ്വയം മുഖം രക്ഷിക്കാൻ അവരെ അങ്ങോട്ട് പിരിച്ചു വിടണമായിരിക്കും നല്ലത്. അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. പേരിനൊരു സസ്പെൻഷൻ കൊടുത്ത നാട്ടുകാരെല്ലാവരും കൂടി വേണിച്ച പന്നിക്കിട്ടൂന്ന് വരും. പന്നിക്കട എന്തായാലും നാട്ടുകാര് വരില്ല. അവരെന്തായാലും ഇതൊരു ഇഷ്യൂ ആക്കി ഒരു 10 ദിവസം നാണക്കേട് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സംഭവം ആക്കി തരും. എന്തായാലും ഇലക്ഷൻ വരാൻ പോവല്ലേ. ഇനിയിപ്പോ എന്തായാലും ഭരണം മാറും എന്ന് ഉറപ്പുള്ളതും കൊണ്ടാണോ ഇപ്പൊ എല്ലാത്തിനും കണ്ണടയ്ക്കണത്, മിണ്ടാണ്ടിരിക്കണതെന്ന് നമുക്കറിയില്ല കേട്ടോ. വളരെ മര്യാദഘട്ട പദമാണ് ആ മെമ്പർ ഉന്നയിച്ചത്. ഒരു വനിതാ മന്ത്രിയെ പറ്റിയാണ് ഉന്നയിച്ചത്. ഞങ്ങളുടെ വീണേച്ച് തൊട്ട് കളിക്കല്ലേട്ടാ, ഇല്ലെങ്കിൽ തൊട്ടവന്റെ കൈ ഞാൻ വെട്ടും. ഇതിന് മാത്രം വികാരധീനാവാനും വീണേച്ച് സപ്പോർട്ട് ചെയ്യാനും മാത്രം എന്താ അയാളിപ്പോ തെറി പറഞ്ഞത്? എന്ത് തോന്നിവാസവും പറയാമോ എന്ന് ശംസുദ്ദീൻ ചോദിച്ചിരുന്നു. അത് പിൻവലിക്കണം. ഭരണപക്ഷത്തിനിടയിൽ നിന്നും വലിയ ബഹളമുണ്ടായി. എന്ത് തോന്നിവാസവും പറയാന്നുള്ള വാക്ക് എപ്പോഴാ തെറിയായെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിനിപ്പോ ഇന്ത്യൻ നിയമപ്രകാരം തെറിയാണോ എന്നും കൂടി എനിക്കറിയില്ല. അങ്ങനെ അത് തെറിയാണെങ്കിൽ എന്തായാലും കേസ് എടുക്കുക തന്നെ വേണം, മാപ്പ് പറയുക തന്നെ വേണം. തിരുവഞ്ചൂർ അവിടെ ഉണ്ടായിരുന്നില്ല, ഇല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ തിരിച്ചു പറഞ്ഞ് അപ്പൊ തന്നെ കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കിയേനെ. അപ്പൊ അവിടെ മാപ്പ് പറയൽ മാത്രമല്ല ഉണ്ടാവുക, കൊലപാതകം തന്നെ നടന്നേനെ. എന്തോ ഭാഗ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വലതുപക്ഷായാലും ഇടതുപക്ഷായാലും എന്തായാലും തെറിയാശന്മാര് രണ്ടിടത്തും ഉണ്ട്. ഈ പറയുന്ന വ്യക്തിയുടെ പിറകിൽ ഒരാൾ നിൽക്കുന്നത് അവർ മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് അവര് ഒരു വിധവയായി പോയി, അവരുടേതായ വിധി ഇല്ല, മറ്റ് സംവിധാനങ്ങളില്ല എന്നുള്ളത് പറഞ്ഞു. ഇത് മുഴുവൻ ഗൈഡ് ലൈനുകൾ വെച്ചുകൊണ്ടാണ് സാർ ഞാൻ സംസാരിച്ചത്. ഈ ഗൈഡ് ലൈനും പിടിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യമുള്ളത്? അതെന്തെങ്കിലും നടപ്പിലാവുന്നുണ്ടോ? കോട്ടയം മെഡിക്കൽ കോളേജ് പൊളിഞ്ഞു വീണപ്പോ മുതൽ തുടങ്ങിയതാ ശനികേട്. അതിനുശേഷം മൊത്തം അഴിമതി കഥകൾ മാത്രമേ പറയാനുള്ളൂ. ഒന്ന് ഹാരിസിന്റെ കഥ, പിന്നെ പാറശാലയിലുള്ള പ്രശ്നം, ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് തലമണ്ടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഗൈഡ് ലൈനും പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, ജനങ്ങളിലൊന്നും എത്തണില്ലല്ലോ. ഇവർക്ക് യാതൊരു വിലയുമില്ല. ഇങ്ങനെ അടിഞ്ഞൊരുങ്ങി നടക്കാമെന്നല്ലാതെ പിന്നെ ചതുര പടിവിൽ സംസാരിക്കാനും അറിയാം. അതിനപ്പുറത്ത് ഒരു ആരോഗ്യമന്ത്രി ഇല്ല കേരളത്തിൽ. എന്തായാലും സ്പീക്കർക്ക് കാര്യം പിടികിട്ടി. ഇനി വേറെ വല്ല വാക്കുകളും മൂപ്പര് പറയുമോ എന്നുള്ള ഒരു പേടി എന്തായാലും സ്പീക്കർക്ക് ഉണ്ടായി. ഇല്ലെങ്കിൽ എന്തായാലും അവിടെ ഒരു വെട്ട് നടന്നിട്ടുണ്ടാവും.